ഇത് അപകടമുണ്ടായതിനെ സംബന്ധിച്ച് ആളുകൾക്ക് ഇപ്പോഴും വ്യക്തതയില്ല. ബസ് പാളിപ്പോയിട്ട് പാലത്തിൻ്റെ കൈവരി തകർത്തുകൊണ്ട് തലകുത്തനെ താഴോട്ട് പോവുകയാണ് ഉണ്ടായത്. അത് എന്തുകൊണ്ട് പാളിപ്പോയി എന്നുള്ളത് ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലായി. കാരണം പ്രത്യേകിച്ച് കൂടുതലായിട്ട് പരിക്ക് പറ്റിയ ആളുകളാണ് മുൻഭാഗത്തുള്ളവർ. അവർക്കൊന്നും ഇപ്പോഴും ഒരു ശരിയായ രൂപത്തിൽ ഇതിനെക്കുറിച്ച് ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല ഉള്ളത്. അപ്പോൾ ഡ്രൈവർക്കാണെങ്കിൽ ഡ്രൈവറും ഇപ്പം വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. അയാളോട് സംസാരിക്കാൻ വയ്യ, അയാൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളത്. ഏതായാലും ഇതിനകത്ത് അപകടത്തിൻ്റെ എണ്ണം കുറഞ്ഞതിൻ്റെ കാരണം നാട്ടുകാരുടെ ഫലപ്രദമായ ഇടപെടൽ. ആദ്യം തന്നെ പുഴയിൽ ചാടി അവരെ ബസ്സിൻ്റെ താഴെ ഭാഗത്തേക്ക് നിന്ന് അവിടെ നിന്നാണ് സെർച്ച് ചെയ്യാൻ തുടങ്ങിയത്, രക്ഷാപ്രവർത്തനം നടത്തി. അതുപോലെ ഫയർഫോഴ്സും പോലീസും എല്ലാം ഒത്തിരി ആളുകളും വളരെ സമയബന്ധിതമായി ഇടപെട്ടതുകൊണ്ടാണ് വലിയ ദുരന്തങ്ങൾ ഒഴിവായത്. പിന്നെ ക്രെയിൻ വളരെ വേഗത്തിൽ എത്തിച്ചു. വളരെ അസൗകര്യം, ഒരു ബസ്സിന് മാത്രം കടന്നു പോകാൻ പറ്റുന്ന ഒരു പാലമാണ്. ആ പാലത്തിൽ ആ വലിയ അസൗകര്യത്തിലാണെങ്കിൽ പോലും ആ ക്രെയിനും JCB, 2 ക്രെയിനും JCB ഉപയോഗിച്ച് വളരെ തന്ത്രപരമായിട്ട് ബസ്സിൻ്റെ ഫ്രണ്ട് ഭാഗം സ്വല്പം ഇളക്കി ഉയർത്തിക്കാണ് അവസാനത്തെ ആളെയും രക്ഷിക്കുന്നത്. ഏകദേശം 4 ആളുകളോളാണ് വെള്ളത്തിനടിയിൽ ബസ്സിനിടയിൽ ജാമായി പോയത്. അവരെല്ലാം പുറത്തെടുത്തു. വളരെ സമയബന്ധിതമായിട്ട് രക്ഷാപ്രവർത്തനം നടന്നു എന്നുള്ളതാണ് സത്യം. 2 മണിക്ക് സംഭവം ഉണ്ടായിട്ട് ഞങ്ങളൊരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആളുകളെ എല്ലാം രക്ഷിച്ചെടുത്തു. പിന്നെ ബാക്കി പരിക്ക് പറ്റിയ ആളുകളെല്ലാം കുറേ പേര് സ്വയം ബസ്സിന് പുറത്തേക്ക് ചാടി, കുറേ പേരെ എടുത്തു കയറ്റി. ഏതായാലും ആംബുലൻസുകൾ ഈ നാട്ടിൽ സന്നദ്ധ സംഘടനകളുടെയും ഹോസ്പിറ്റലുകളുടെയും ഒക്കെ ഒത്തിരി ആംബുലൻസുകൾ ഉണ്ടായിരുന്നു. ആംബുലൻസുകളുകൊണ്ട് നമുക്ക് ഒരാളെ രക്ഷിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഒട്ടും കാലതാമസം വന്നില്ല. ആണ് സംഭവം. ലിസ ഹോസ്പിറ്റലിലേക്കാണ് എല്ലാവരും കൊണ്ടുവന്നത്. ലിസ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കുറേ പേരെ ഗുരുതരമുള്ള അവസ്ഥയിൽ ശാന്തിയിലേക്ക് കൊണ്ടുപോയി, KMCT കൊണ്ടുപോയി, മിംസിൽ പോയിട്ടുണ്ട്, മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ട്. അതെല്ലാം വന്നിടത്തേക്ക് ഗുരുതരാവസ്ഥ അനുസരിച്ച് ആദ്യമേ ഇവിടെ വന്ന് കൂടുതലായിട്ട് ആളുകൾ ലിസ ഹോസ്പിറ്റലാണ് വരുന്നത്. ലിസ ഹോസ്പിറ്റലിൽ നിന്ന് ഗുരുതരാവസ്ഥയുള്ള ആളുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് കുറേ പേര് പോയി. ബാക്കിയുള്ള ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപകടം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ല. ഇപ്പോൾ ആ പാലത്തെ സംബന്ധിച്ച് ഒത്തിരി കാലമായിട്ട് അപകടാവസ്ഥയിലുള്ളൊരു പാലമാണ്. വർഷങ്ങളായിട്ട് അതിൻ്റെ അടിഭാഗം മുഴുവൻ തകർന്നിരിക്കുന്നത്. അതിൻ്റെ പുറമെ അതിൻ്റെ കൈവരിയൊന്നും തീരെ ബലമുള്ളതല്ല. റോഡ് പണി നടക്കുന്ന സ്ഥലമാണല്ലോ, അപ്പോൾ ബസ് വേഗതയിലല്ലായിരുന്നു എന്നാണ് യാത്രക്കാർ പറയുന്നത്. ബസ് വേഗതയിലാകാനുള്ള സാധ്യതയില്ല. അതിൻ്റെ മുകൾ ഭാഗത്ത് റോഡ് പണി നടത്തുന്നുണ്ട്, അതിന് ഇപ്പുറത്ത് റോഡ് പണി നടക്കുന്നുണ്ട്, അതിൻ്റെ ഈ പറഞ്ഞ ഏരിയയിൽ മുഴുവൻ റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പോൾ ബസ് ഒരിക്കലും സ്പീഡിലാകാനുള്ള സാധ്യതയില്ല. ബസ് പാളിപ്പോയതാണോ അത് ഡ്രൈവർക്ക് മാത്രം അതിനകത്ത് എന്താ സംഭവിച്ചെന്നുള്ള അറിയാൻ കഴിയുന്നുള്ളൂ. കാരണം ഡ്രൈവർ സംസാരിക്കാത്തതുകൊണ്ട് നമുക്ക് വ്യക്തമായ വിവരം കിട്ടുന്നില്ല. അതാണ്.